കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന യേശുവേ ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി 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 കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിശ്വാസിക്ക് ദൈവത്തോട് ചോദിക്കണ ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ. വാരിക്കെട്ടി ചോദ്യങ്ങളൊന്നുമില്ല. വെരി സിമ്പിൾ ക്വസ്റ്റ്യനേ ഉള്ളൂ. നീ ഒരു വിശ്വാസിയാണോ? നിനക്ക് നിന്റെ ദൈവത്തോട് ചിലപ്പോൾ 10,000 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകാം. അപ്പോൾ ദൈവം ഉത്തരം പറയുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, കാശ്മീർ. ഒരു വിശ്വാസി എന്ന നിലയിൽ ഇക്കാലങ്ങളിലെല്ലാം പലതരത്തിലുള്ള 100,000 സംശയങ്ങളുമായിട്ടാണ് നീ ജീവിക്കണത്. നിനക്ക് ദൈവത്തെ കാണുമ്പോൾ ഈ 100,000 സംശയങ്ങളും ചോദിക്കണം തോന്നും. പക്ഷേ ദൈവം കേൾക്കണ ഒരു സംശയമേ ഉള്ളൂ. എന്താ സംശയം? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ 27 തൊട്ടൊരു വചനം വായിച്ചു വന്നോട്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ, പറഞ്ഞോളൂ, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി ഒന്നിനു പറഞ്ഞേ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. ഒന്നുകൂടി പറഞ്ഞേ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി
അധ്വാനിക്കുവിൻ. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിലെ വെളിപ്പെടുത്തും പോലെ അങ്ങയുടെ നിത്യതയ്ക്ക് വേണ്ടി അങ്ങയോടൊപ്പമുള്ള നിത്യകാല ജീവിതം ആദിമസഭയെ പോലെ പൊന്നിനേക്കാളും പൊന്നുകട്ടയേക്കാളും വിലമതിക്കുന്ന ഒരു വിശ്വാസിയുടെ ആന്തരിക അഭിഷേക മനസ്സ് എനിക്ക് അവകാശമാക്കണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് പാടുക എല്ലാവരും. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, വീശിക്കൊണ്ട് നിനക്കാരാധന. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അവർ ചോദിച്ചു. 28 വായിച്ചോളൂ. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതെന്ത് സംഭവം എന്നറിയാവോ? ഈശോ പറഞ്ഞു, അതായത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ഈശോ ഒരു വാക്ക് പറഞ്ഞു. എന്താണ്? പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കണമെന്ന്. മനസ്സിലായില്ലേ? നിത്യതയെന്ന് പറയുമ്പോൾ ആ നിത്യത ആര് വഴി ലഭിക്കണം, ആരിലൂടെ ലഭിക്കണം? ഇപ്പം എല്ലാ സത്യം, എല്ലാ ദൈവത്തിങ്കിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞ് കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. മറ്റുള്ളവരുടെ സഹിക്കാൻ നമുക്ക് കുഴപ്പമില്ല, അവർക്ക് അറിവില്ല എന്ന് പറയും. പക്ഷേ എല്ലാ സത്യമാണ്, എല്ലാവരിലൂടെയും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ് കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ലിബറലിസ്റ്റുകൾ തിയോളജിയിൽ. യവന്മാരുടെ കാര്യം പോക്ക. കാര്യം എന്താ കാര്യം? കാലത്തിനൊപ്പം ജനങ്ങളുടെ കൈയടിച്ച് വാങ്ങിക്കാൻ വേണ്ടി അവർ കർത്താവിൻ്റെ വചനത്തിലും വെളിപാടിലും വെള്ളം ചേർത്തുകൊണ്ട് അവർ അപ്ഡേഷൻ ഉണ്ടാക്കുകയാണ്. എന്തിനാണ്? തങ്ങളുടെ ആത്മാവിനെ വിറ്റ് അപ്ഡേഷൻ ഉണ്ടാക്കുന്നവർക്ക് ഇത് ഒരു തിരിച്ചറിവായിരിക്കണം. നിത്യത എന്ന് പറയുന്ന എല്ലാ വാഗ്ദാനങ്ങളുടെയും ക്വീൻ ഓഫ് ഓൾ പ്രോമിസ്, എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജകീയ വാഗ്ദാനം എന്താണ്? നിത്യതയാണ്. അത് ഈശോയാണ് വാഗ്ദാനങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്തത്. ദാറ്റ്സ് അവർ പോയിന്റ്, ഇല്ലേ? എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജാവ്, രാജ്ഞി എന്ന് പറയുന്നത് എന്താണ്? നിത്യതയാണ്. അതില്ലായിരുന്നു. അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളായിരുന്നു. മോസസിൻ്റെ കാലം മുതലുള്ള എല്ലാ, എബ്രാഹത്തിൻ്റെ കാലം, നോക്കിൻ്റെ കാലം, ആദത്തിൻ്റെ കാലം, എല്ലാ കാലത്തും ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തും ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഉടമ്പടി പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും ദൈവം അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ ഈശോയിലേക്ക് എത്തുമ്പോൾ ഈശോ, വാട്ട് വാസ് ദ എക്സാക്ട് റോൾ ഓഫ് ജീസസ്? എന്തായിരുന്നു എക്സാക്ട് റോൾ ഈശോൻ്റെ? ഈ വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ മകുടം ചാർത്തുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് നിത്യത. പിതാക്കന്മാർ മരുഭൂമിച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നു, നിത്യം ജീവിക്കും.
ഒന്ന് പറഞ്ഞേ, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം ദിവ്യകാരുണ്യം. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴ മേശയിലെ തിരുവത്താഴ മേശയിലെ സമ്മാനമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. Praise the Lord. അതായത് കവിളിലെ ഇങ്ങനെ ക്യാൻസർ പോലെ ഒരു കറുത്ത വട്ടച്ചൊറി ഇങ്ങനെ ആണി പോലെ ഇരിക്കണത്. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ കുറച്ചുകൂടി ലൈവായിട്ട് ഓൺലൈനിലുള്ളവരും നിങ്ങളും തീർത്ഥാടന സഭയിൽ ഇരിക്കുന്നവരൊക്കെ കുറച്ചുകൂടി തിരിച്ചറിവോടുകൂടി ഇരിക്കണം. എന്ത് സംഭവിക്കാവുന്ന ആരാധനയാണ്. നിങ്ങൾ വന്നതുപോലെ പോകത്തില്ല. ഉറപ്പായിട്ടും കർത്താവ് നിങ്ങളെ കണ്ണീരോടെ തിരിച്ചുവിടത്തില്ല. എന്താ കർത്താവിൻ്റെ വചനം? അവർ കണ്ണീരിലൂടെയാണ് വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു നയിക്കും. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. തിരുവത്താഴ മേശയിലെ തിരുവത്താഴ മേശയിലെ സമ്മാനമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരിച്ചറിവോടെ പാടുക. ഓ ദിവ്യമാ സ്നേഹം, ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ. മക്കളെ രോഗമുള്ള ഇടത്തെല്ലാം കൈവെക്കുക. ഈശോ സുഖപ്പെടുത്തട്ടെ. മക്കൾ രോഗമുള്ള ഇടത്തില്ല. ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നടുവേദനയാണെങ്കിൽ നടുവിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
നിങ്ങൾക്ക് കിഡ്നിയുടെ അസുഖമാണെങ്കിൽ ഇപ്പോൾ കിഡ്നിയുടെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾക്ക് PCOD ആണ് അസുഖമെങ്കിൽ നിങ്ങളുടെ പൊക്കിളിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നെഞ്ചുവേദനയോ ശ്വാസം മുട്ടലോ ആണെങ്കിൽ പതിരയിൽ ശ്വാസകോശത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ഹൃദയരോഗികളും കരൾ രോഗികളും ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. എൻ്റെ മക്കൾ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ, കർത്താവേ സ്തുതിക്കട്ടെ. യേശുവേ 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 കർത്താവേ, ഇതിൻ്റെ രക്തം കർത്താവേ, ഇതിൻ്റെ രക്തം കർത്താവേ, അങ്ങയുടെ മക്കളുടെ രക്തത്തിൽ കർത്താവേ കലർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ രക്തം കർത്താവേ, ഈശോ അങ്ങയുടെ രക്തം കർത്താവേ, അങ്ങയുടെ രക്തം മക്കളുടെ രക്തത്തിൽ കലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ 36 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസമത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാകാൻ യേശുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ തീരാവേദികള് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ജീവന്റെ തിരുഭോജിനേ ആരാധന മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജിനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അപ്പോഴ് ഒന്ന് ചിന്തിച്ച് നോക്കി. ഈശോയുടെ സദസ്സിനെ പോലെ നിങ്ങളും പ്രബുദ്ധ സദസ്സാണെന്ന് ഞാൻ കരുതുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ഈശോ നമ്മൾ സ്ഥാപിച്ചത് എന്താണ്? ഉടമ്പടിയാണ്. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, ചെയ്തിട്ടില്ല. ഉടമ്പടിയിൽ എന്താ സംഭവം? നിന്നെ ദൈവം സീരിയസ് ആയിട്ട് കണക്കാക്കുന്നു. അല്ലാതെ പൊട്ടക്കടൻ്റെ മാവായിട്ട് എറിയണ പോലെ നിന്റെ പ്രാർത്ഥന കേൾക്കണേ കേൾക്കട്ടെ, കേൾക്കണ്ടേ കേൾക്കണ്ടെന്നല്ല. അത് കേട്ടേ മതിയാവൂ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നിന്റെ ദൈവം. കൈയിടിച്ച് കർത്താവേ. നിന്നെ ഞാൻ ആരാധിക്കാം. ആത്മാവിൻ അൾത്താരതന്നിൽ നിന്നെ ഞാൻ ആരാധിക്കാം. എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ ആരാധന നിനക്കായി. ഒരു കൈ വീശി ഒരു കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന. ഓ ദിവ്യവാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യവാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പ്രിയപ്പെട്ടവരെ, അതിമനോഹരമായ ഒരു സന്ദേശമുണ്ട് ഇപ്പോൾ ഈശോ തന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ജീവിക്കുന്ന കർത്താവിൻ്റെ നടുക്കുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ സൂചിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒരു വാക്കും പറയത്തില്ല. കർത്താവ് എന്ത് കാണിക്കണതേ പറയത്തുള്ളൂ. ഇപ്പം കർത്താവ് എന്താ കാണിച്ചതെന്നറിയാവോ? ഒരു ഹൃദയമാണ് കാണിച്ചത്. ചുമ്മാ ചുവന്ന് വരുന്ന ഹൃദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഹൃദയത്തിന് എന്തോ തകരാറുള്ള ഹൃദയരോഗിയാണ്. ഹൃദയരോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഓൺലൈനായാലും നിങ്ങളായാലും ഹൃദയത്തെ വേദനയുള്ളവർ സ്തുതിച്ച്, ഹൃദയത്തിൽ ബ്ലോക്കുള്ളവർ, വാൽവ് ശോഷിച്ചു പോയവരൊക്കെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, കൈ നെഞ്ചത്ത് വെച്ച് സ്തുതിക്കട്ടെ. ബ്ലോക്കുള്ളവർ സ്തുതിക്കട്ടെ, വാൽവ് ശോഷിച്ചു പോയവർ സ്തുതിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൽ രോഗമുള്ള ദൂരമുള്ള കുഞ്ഞുങ്ങള് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയത്തിൽ രോഗമുള്ള കുഞ്ഞുങ്ങള് യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഐ ഗ്രാന്റ് യു
the name of Jesus Christ to be healed. I command you, the name of Jesus Christ to be healed. യേശുവേ സ്തോത്രം. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പ്രിയമുള്ളവരെ, ഇതിൻ്റെ കൂടെ ഈശോ തന്ന സന്ദേശമായിരുന്നു നമ്മുടെ നാഭിയില്ലേ, എന്താ ഇവിടെ ഇരിക്കണേ, കഴുത്തല്ലേ, കഴുത്തിൻ്റെ ഉള്ളിലുള്ള അന്നനാളം, അതുപോലെ തന്നെ തൊണ്ട, അത് തൈറോയിഡ് ആയാലും ടോൺസൈറ്റ് ആയാലും തൊണ്ടയിലെ ക്യാൻസർ ആയാലും ഈ ആരാധനയെ കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. ഒന്ന് മുട്ടേ, നമുക്ക് ലാസ്റ്റ് പ്രെയറാണ്. ചിലരോട് എന്നോട് കടവാണെന്നും പറഞ്ഞ് എനിക്ക് ജപ്തിയാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പേപ്പർ ഏൽപ്പിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും, വിൽക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. കൊടുക്കാനോ ആരെങ്കിലും തരാനോ ഒന്നുമില്ല അച്ഛാ, ദൈവം മാത്രമേ ഉള്ളെന്ന് പറയും. അങ്ങനെയുള്ളവരെ സാമ്പത്തികമായ മേഖലകളിൽ ഈ ആഴ്ചയിൽ അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. മക്കളെ, വിവാഹം ഒത്തുവരാത്തവര്, സമയത്ത് വിവാഹം കഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. വിവാഹം എന്ന് പറയുന്നത് ഒരു മാനസിക ആവശ്യം മാത്രമല്ല, ഒരു ജീവിത ആവശ്യവും ദൈവികമായ ഒരു ആവശ്യമാണ്. അത് നടക്കണം. അത് നമുക്ക് ഇത്തിരി ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ളപ്പോൾ അത് നടക്കണം. അത് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കണം. അതിൽ നിന്ന് ആവശ്യത്തിന് കുഞ്ഞുങ്ങൾ ജനിക്കണം. ആ മേഖല തടസ്സമുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എങ്ങനെ ജീവിക്കുമെന്ന ഐഡിയ ഇല്ലാത്തവര്, എങ്ങനെ ജീവിക്കുമെന്നൊരു ഐഡിയ ഇല്ല. ഒരു തൊഴിൽ ചെയ്തിട്ട് ഗതി പിടിക്കണില്ല. എല്ലായിടത്തും കൊണ്ടുപോയി 10,000 രൂപ മുടക്കും, അത് നഷ്ടപ്പെടും, പിന്നെയും തിരിച്ചു വരും, കടം മേടിക്കും. എങ്ങനെ ജീവിക്കുമെന്നൊരു പിടിയുമില്ല. അങ്ങനെ ഒരു വഴിയും ഗതിയുമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. കേരളത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ എത്തിയ ആൾക്കാരുണ്ട്. ഒരു തൊഴിലും ചെയ്ത തൊഴിലെല്ലാം പൊട്ടിപ്പോയി, അടുത്തും കൈ നീട്ടാൻ പറ്റില്ല, ആ നാട്ടിൽ പോലും നിൽക്കാൻ പറ്റണില്ല, ഇങ്ങനെ വീട്ടിൽ പോലും സമയത്ത് വരാൻ പറ്റണില്ല. കടക്കാർ, വളയുന്ന ആൾക്കാർ, അവർ ദൈവികമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ, കൈയുയർത്തി സ്തുതിക്കട്ടെ. തൊഴിലിനു വേണ്ടി അലയുന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ജീവസന്ധാരണത്തിന് ആവശ്യമായ മാർഗങ്ങൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉടമ്പടി എടുത്ത് വിദേശത്ത് പോയ മക്കളുണ്ട്. ഒത്തിരി പേര് പഠിക്കാൻ പോയവരുണ്ട്. ചില ആൾക്കാർക്ക് ഈ സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങുകയാണ്, പക്ഷേ ഇതുവരെക്കും വിസ വന്നിട്ടില്ല. സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങുന്നവർക്ക് പക്ഷേ വിസ വന്നിട്ടില്ല, അതിൻ്റെ പൈസ റെഡി ആയിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള സാങ്കേതിക കുരുക്കിൽ കിടക്കുന്ന ആൾക്കാരുടെ കുരുക്കുകൾ, കേസിൽ കിടക്കുന്നവർ, കോടതി വിസ്താരത്തിലിരിക്കുന്നവർ, ജഡ്ജ്മെൻറ്റിലിരിക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out this Spirit. മാരക രോഗികള്, തീരാവേദിയുള്ളവർ, മാനസിക രോഗമുള്ള, ഡിപ്രഷനുള്ളവർ, കിടപ്പ് രോഗികൾ. ചില ആൾക്കാരുടെ മൊബൈലാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കണത്.
അവർക്കിവിടെ വരാൻ പറ്റണില്ല. വരാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ വന്നേനെ. അപ്പം അങ്ങനെ കിടന്നു പോയ ആൾക്കാരുണ്ട്. അവർ എഴുന്നേക്കണം ഈ ആഴ്ചയിൽ. നിങ്ങൾ മാതാവിനെ അവരെ സമർപ്പിക്കുക. പറയുക, അമ്മേ, പരിശുദ്ധ അമ്മേ, കിടപ്പ് രോഗികളെ അങ്ങ് സന്ദർശിക്കണമേ. ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നവരും മലമൂത്രങ്ങൾ പോകുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉദരരോഗമുള്ളവർ, കിഡ്നി രോഗമുള്ളവർ, ക്യാൻസർ രോഗമുള്ളവരൊക്കെ ആ സ്ഥലങ്ങളിൽ തൊട്ട് വിശ്വാസ പ്രമാണം ചെല്ലേണ്ട സമയമാണ്. കണ്ണ് കാഴ്ചക്കുറവുള്ളവരെ ഈശോ കാണിച്ചു തന്നായിരുന്നു സൗഖ്യപ്പെടുന്നതായിട്ട്. കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കാം. മുടി കൊഴിയുന്നവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നല്ലവണ്ണം മുടിയുള്ളവർക്ക് അതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും. പക്ഷേ മുടിയില്ലാത്ത സംബന്ധിച്ച് അതൊരു വേദനയാണ്. അതുകൊണ്ട് ഒത്തിരി പേര് നല്ലവണ്ണം മുടി തഴച്ച് വളർന്നിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുടി ഇല്ലാത്തവരാണെങ്കിലും അതൊരു നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തലയൊക്കെ വെച്ച് മാതാവിനോട് പറ. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരെ യാത്രയെ സമർപ്പിക്കുന്ന കർത്താവേ, വസ്തു ലേലത്തിലിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശരീരത്തിൽ ചിരങ്ങും ചൊറിയും നീരൊക്കെ കിട്ടിയവരെ കർത്താവെ നിന്റെ തിരുമുറുവാർന്ന അത്ഭുതകരത്തെ സ്പർശിച്ച് അവരെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മൗനമായി പ്രാർത്ഥിക്കുക. സമാപനാശീർവാദമാണ്. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ ദിവ്യാരുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി എടുത്തപ്പോൾ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നെയും എൻ്റെ കുടുംബത്തെയും നിന്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ.